രാത്രി 9 മണിക്ക് ഞങ്ങളിവിടെ എത്തുമ്പോഴും ആ തട്ട് നിറയെ കല്ലുമ്മക്കായ് നിറച്ചത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരിക്കടക്ക. തൊട്ടിപ്പുറത്തുനിന്ന് ഇവരുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഐറ്റമായ പുട്ടും മിക്സും റെഡിയാക്കുന്ന തിരക്കിലാണ് ഒരാളുള്ളത്. അപ്പോൾ പുട്ടൊക്കെ പൊട്ടിച്ചിട്ടു അതിൽ മിക്സ് ആക്കാനുള്ള കബാബാണ് ഇത്, ചിക്കൻ കബാബ്. അപ്പോൾ കടായിലോട്ട് ആദ്യം കറി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പുട്ട് നന്നായിട്ട് മിക്സാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആ പുട്ടും ആ ഗ്രേവിയും കൂടി നന്നായിട്ട് ആ ചൂടിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആ ചിക്കൻ കബാബ് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ കബാബ് ആ പുട്ട് ഗ്രേവി മിക്സിലേക്ക് ഇട്ടിട്ട് ഇനി അത് രണ്ടും കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കും. കണ്ണൂരിൽ നമ്മൾ ഏത് തട്ടുകട ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അവിടെ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് എന്ന് പറയുന്നതിനാൽ ഈ മിക്സ് ആയിരിക്കും. അതായത് പുട്ടിൽ മാത്രമല്ല ഏത് ഐറ്റത്തിലും ഇവിടെ മിക്സ് റെഡി ആയിട്ട് കിട്ടും. അതായത് നമ്മുടെ കണ്ണൂരിൽ പുട്ടായിക്കോട്ടെ, പത്തലായിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, പഴംപൊരി ആയിക്കോട്ടെ, എന്തിൻ്റെ അപ്പുറവും ഇവിടെ എവിടെയും മിക്സ് റെഡിയായി കിട്ടും നമ്മുടെ കണ്ണൂരിൽ തട്ടുകട സ്റ്റൈലിൽ. കബാബ് മിക്സ് നമ്മൾ ഓർഡർ ചെയ്തതല്ല, അത് അവിടെ പോയപ്പോൾ അവർ റെഡിയാക്കുന്ന കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റമാണ് ഇപ്പോൾ ഇവർ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. കടായിലോട്ടേക്ക് ആദ്യം തന്നെ പുട്ട് നന്നായിട്ട് പൊടിച്ചിട്ടു അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചത് ബീഫ് കറിയാണ്. ബീഫും പുട്ടും മിക്സാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തീ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കും. അതിലേക്ക് ഒഴിച്ച ആ കറിയും ആ പുട്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാകുന്നവരെ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിനുശേഷം അതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയെടുക്കും. അങ്ങനെ നമ്മുടെ പുട്ടും മിക്സ്, അതായത് പുട്ടും ബീഫും കൂടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് പ്ലേറ്റിലോട്ടേക്ക് നല്ല പോലെ ഒന്ന് സെറ്റാക്കി തരും. ഇനി അതിൻ്റെ മുകളിലോട്ടേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ ഇങ്ങനെ വിതറും. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറിക്കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് 110 രൂപയാണ് ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പുട്ടും മിക്സും കൊണ്ട് നമ്മളൊരു പ്ലേറ്റിൽ ഒരു സ്ഥലത്ത് പോയിരുന്നു. എന്നിട്ട് അതങ്ങനെ ആസ്വദിച്ച് അവിടുന്ന് കഴിക്കാൻ തുടങ്ങി. നമ്മളിന്ന് വന്നിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വൈബുള്ള സ്ഥലം. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇന്നത്തെ പുട്ടും ബീഫും നല്ല അടിപൊളിയാണ് ഇവരുടേത്. 110-ന് നല്ല വെർത്തായിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബീഫൊക്കെ നല്ല സോഫ്റ്റ് ബീഫായിരുന്നേ. നമ്മൾ ആ വുഡൻ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിട്ടുള്ള നല്ല ബീഫായിരുന്നു. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ വൈബൊന്ന് കാണാം. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. പിന്നെ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ ഊനാലിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യം കൂടി ഇവിടെയുണ്ട്. ചുമരിലൊക്കെ ചിത്രങ്ങൾ, അതിന് കൊടുത്തിട്ടുള്ള ലൈറ്റിങ്സ്, പിന്നെ കുറച്ച് എകരത്തിലിരുന്നിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതുണ്ട്. അതുപോലെ തന്നെ ഒരു മുല്ലപ്പന്തലിൻ്റെ സെറ്റപ്പൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മളെ ചിക്കു ഷേക്ക് എത്തിയിട്ടുണ്ട്. 70 രൂപയാണ് ഈ ഒരു ചിക്കു ഷേക്കിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റൊക്കെ വിതറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 അരിക്കടക്ക കല്ലുമ്മക്കായ് നിറച്ചത് കൂടി വാങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ എടുത്തു പറയേണ്ടത് ഇവരുടെ മസാലയാണ്. നല്ല മസാലയാണ് ഇവരുടേത്. 20 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. നന്നായിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി കല്ലുമ്മക്കായ്. ഈ ഒരു അടിപൊളി സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ പയ്യാമ്പലത്താണ്. പയ്യാമ്പലം ബീച്ച് റോഡിൽ ആണ് ഈ ഒരു അടിപൊളി കഫേ വരുന്നത്. സൺസെറ്റ് ബീച്ച് കഫേ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ വരുന്നത്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം. ഐ ലവ് പയ്യാമ്പലം എന്നൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എകരത്തിലുള്ള സ്ഥലം. തെങ്ങിൻ്റെ കുറ്റീൻ്റെ മുകളിൽ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.